മെസ്സി വരുമോ? മെസ്സി വരും. മെസ്സി വരുമെന്ന് പറഞ്ഞപ്പോൾ വിമർശകരൊക്കെ എവിടേക്കോ കയറി ഒളിച്ചു. എന്നാൽ ഇപ്പോ വിമർശകർ വീണ്ടും ഇറങ്ങിയിരിക്കുന്നു. ടിക്കറ്റിന് 50 ലക്ഷം രൂപ, ടിക്കറ്റിന് 1 കോടി രൂപ. അത്യാവസ്ഥ എന്ത്? ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. അങ്ങനെ മെസ്സി കേരളത്തിലേക്ക് എത്താൻ പോകുന്നു. അതായത് മെസ്സി അടങ്ങുന്ന അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുന്നു. അതും നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിൽ എത്തുന്നു. അപ്പോൾ ഈ മെസ്സി വരുന്നു എന്നറിഞ്ഞപ്പം മുതൽ വിമർശനങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നല്ലോ. അപ്പോൾ അതിന്റെ പോസിറ്റീവ് വീഡിയോസ് ആദ്യം മുതൽക്കേ മെസ്സി വരുന്നു എന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ മെസ്സി വരുന്നുണ്ട് എന്നുള്ള സംഭവം വന്നപ്പോൾ മുതലേ ആ സ്റ്റാർട്ടിംഗ് മുതലേ പോസിറ്റീവ് വീഡിയോ മാത്രം ഇട്ട ഒരു ചാനലാണ് നമ്മുടെ. അതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും അത് നടന്നിരിക്കുന്നു. മെസ്സി അടുത്ത മാസം നവംബറിൽ കൊച്ചിയിലെത്തുന്നു. അപ്പോൾ നമ്മൾ കണ്ടതാണ് പല തരത്തിലുള്ള വിമർശനങ്ങൾ നമ്മളിവിടെ കണ്ടതാണ്. അപ്പോൾ മെസ്സി വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വിമർശകരെല്ലാം വാനിഷായി. അവരൊക്കെ എങ്ങോട്ട് പോയെന്നോ എന്ത് ചെയ്യുന്നോ ഒരു പിടിയില്ല. അവരിപ്പോ പുതിയ പുതിയ കാര്യങ്ങളുടെ പുറകെയാണ്. പൊളിറ്റിക്സ് നമ്മൾ അങ്ങോട്ടേ പറയുന്നുണ്ട്. ഈ വിമർശനങ്ങളൊക്കെ എന്തിന്, എങ്ങനെ, എവിടുന്ന് വരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതേപ്പറ്റി പറഞ്ഞാണ്. ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ടിക്കറ്റിന്റെ വിലയെ പറ്റിയിട്ടാണ്. അപ്പോൾ ചിലർ പറയുന്നു 5000 മുതൽ 1 കോടി വരെയാണ് ടിക്കറ്റിന്. 50 ലക്ഷം രൂപയ്ക്ക് ടിക്കറ്റ്, 1 കോടിക്ക് 3 ടിക്കറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പല വീഡിയോസ് ഇപ്പോൾ വരുന്നുണ്ട്. ഈ വിമർശകരും പരിഹസിച്ചവരും കളിയാക്കിയവരും ഒക്കെ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അവര് പലതരത്തിലുള്ള റീൽ വീഡിയോസുകൾ അല്ലാത്തത് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവർ പറയുന്നത് 50 ലക്ഷം രൂപയാണ് ടിക്കറ്റിന്, അല്ലെങ്കിൽ 1 കോടി രൂപ ടിക്കറ്റിന്, 5000-ൽ തുടങ്ങുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ സത്യാവസ്ഥകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, റിപ്പോർട്ടർ ചാനലാണ്, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് ഇതിന്റെ സ്പോൺസർ. അപ്പോൾ ഒഫീഷ്യലായിട്ട് ഇതുവരെ അവര് ഒരു എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇതുവരെ എങ്ങും കണ്ടില്ല. റിപ്പോർട്ടർ ചാനലിന്റെ പേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോ ന്യൂസുകളും കാണുന്നുണ്ട്. ഈ മെസ്സി വരുന്നു എന്നുള്ള കാര്യത്തെ പറ്റിയുള്ള പല അപ്ഡേറ്റുകളും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതുവരെ എങ്ങും അവര് പറഞ്ഞു കേട്ടില്ല 1 കോടി രൂപയാണ് ടിക്കറ്റിന്, അല്ലെങ്കിൽ 50 ലക്ഷം രൂപയാണ് ടിക്കറ്റിന് എന്നൊന്നും അവര് ഇതുവരെ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഇത് എവിടുന്നാണ് ഈ പടച്ചു വിടുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ആദ്യം ഒരു വീഡിയോ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് സേവ് ചെയ്ത് വെക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ അങ്ങോട്ടെങ്കിലും ഷെയർ ചെയ്ത് വെക്കാനൊക്കെ മറന്നുപോയി. അപ്പോൾ ശരിക്കും അതിൽ ഒരാൾ വന്ന, ഒരു റിപ്പോർട്ടർ വന്നിട്ട് ഇങ്ങനെ മൈക്കിലൂടെ പറയുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട് കിടക്കുന്നു. പുള്ളിയുടെ ലിപ്സും ഈ പറയുന്ന സാധനമായിട്ട് ഒരു രീതിയിലും സിങ്ക് ആവുന്നില്ല. അപ്പൊ തന്നെ നമുക്ക് കാര്യം കത്തി. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ ഇത്രയും പ്രചരിപ്പിക്കുന്നത്? ആരുടെയെങ്കിലൊക്കെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ പറ്റിയത് അത്രയും നല്ലത് എന്നുള്ള ഒരു കോൺസെപ്റ്റോട് കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതുവരെ ഇപ്പൊ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഒരു ന്യൂസ് വന്നിരുന്നു. അതായത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ CEO പറയുന്നുണ്ട്, ഇതെല്ലാം തെറ്റിദ്ധാരണകളാണ്, ഫേക്ക് ന്യൂസുകളാണ്. ടിക്കറ്റിന്റെ ചാർജുകളും കാര്യങ്ങളും ഒക്കെ എത്രയാണ്, എങ്ങനെയാണ് എന്നുള്ളത് ഒരാഴ്ചക്കുള്ളിൽ അപ്ഡേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ന്യൂസിൽ കണ്ടിരുന്നു. ഇതല്ലാതെ ടിക്കറ്റ് ചാർജിനെ പറ്റിയിട്ടോ ടിക്കറ്റിനെ പറ്റിയിട്ടോ ഒന്നും യാതൊരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല. വെറുതെ നമ്മൾ ഇങ്ങനെ കിടന്ന് ചാടിയിട്ട് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി, 50 ലക്ഷം രൂപ എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ 1 കോടി എന്നൊക്കെ പറയുക. ഇതെന്താണ്? കേരളമല്ലേ? ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്ന സമയത്ത്, ഖത്തറിൽ ഒരു വേൾഡ് കപ്പ് ഒരു മാച്ച് കാണാൻ പോയിരുന്നു. അപ്പൊ ആള് എങ്ങനെയോ ടിക്കറ്റ് സംഘടിപ്പിച്ച് പോയതാണ്. അതും പറയാനായിട്ട് അത് പ്രമുഖ ടീമുകളിലൊന്നും ആയിരുന്നില്ല. അതെന്തോ ഓസ്ട്രേലിയയും കാനഡ അങ്ങനെ എന്തോ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇങ്ങനെ ഏതോ 2 ടീം തമ്മിലുള്ള കളിയായിരുന്നു. അന്ന് ടിക്കറ്റിന് അവൻ മുടക്കിയത്, അവന്റെ അടുത്ത് പറഞ്ഞത് ഇന്ത്യൻ റുപ്പീസ് 25,000, അതായത് 25,000 രൂപയായിരുന്നു അന്ന് ടിക്കറ്റിന് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, അത് വേൾഡ് കപ്പാണ്. അപ്പൊ എന്തായാലും ഈ പറയുന്ന 1 കോടിയും 50 ലക്ഷവും ഒന്നും ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ആവശ്യം തന്നെ ഇവിടെ വരുന്നില്ല. അപ്പൊ 1 കോടി രൂപ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അവർക്ക് 160 കോടി എന്താണ് അർജന്റീനയ്ക്ക് വേണ്ടി മാത്രം ചെലവിട്ടതെന്ന് പറയുന്നുണ്ട്. പിന്നെ പല കാര്യങ്ങൾ വരുന്നുണ്ട് ചെലവിന്റെ പേരിൽ. ഇപ്പം സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണി, അതേപോലെ നമ്മൾ ഓസ്ട്രേലിയയും കൂടിയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഓസ്ട്രേലിയ വരുന്നത്, ഇങ്ങനെയുള്ള ചെലവുകളൊക്കെ എല്ലാം കൂടി 250 കോടി ആയിക്കോട്ടെ. എന്നാൽ പോലും ഈ 1 കോടി വെച്ചാണെങ്കിൽ 250 പേര് കയറുമ്പോൾ 250 കോടി കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ, അല്ല സോറി, 50 ലക്ഷം വെച്ചാണെങ്കിൽ നമുക്ക് 500 പേര് കയറിയാൽ ഈ പറഞ്ഞ 250 കോടി കിട്ടുമല്ലോ. അപ്പൊ എന്താ 250 പേര് കയറിയാൽ മതിയോ? ഇത് കൊച്ചി സ്റ്റേഡിയമാണ്. നമ്മൾ ബ്ലാസ്റ്റേഴ്സിന്റെ കളി നിരന്തരം എല്ലാ മത്സരങ്ങളും സ്റ്റേഡിയത്തിൽ പോയി കാണുന്ന വ്യക്തികളാണ്. ആ സ്റ്റേഡിയത്തിൽ നമുക്ക് ഫിഫയുടെ കുറച്ച് റൂളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ആളിനെ കയറ്റുന്നതിലൊക്കെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 40,000 ആളുകളെയൊക്കെ മാത്രമേ കയറ്റാറുള്ളൂ എന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പുറത്തേക്ക് ഇവർ വിടുന്ന കൗണ്ട് അല്ല ഒരിക്കലും ശരി. അതിൽ കൂടുതൽ ആളുകൾ ആ സ്റ്റേഡിയത്തിൽ കയറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 50 തൊട്ട് 80,000 വരെ ആളുകൾ ആ സ്റ്റേഡിയത്തിൽ കയറാറുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾ, ഇപ്പം അർജന്റീന വരുമ്പോഴത്തേക്ക് എത്ര ആളുകളെ കയറാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ പറയുന്ന ഇത്രയും ക്യാഷൊന്നും അവർക്ക് ടിക്കറ്റിന് വെക്കേണ്ട കാര്യമൊന്നുമില്ല ലാഭത്തിന് വേണ്ടിയിട്ട്. ഈ 5,000 എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എല്ലാ ടിക്കറ്റിനും 5,000 ആണെങ്കിൽ അതൊരു ചെറിയ പ്രൈസ് ആണെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. കാരണം ഇപ്പോൾ അൽ നാസർ ഗോവയിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് 3,500 രൂപയാണ്. 3,500 രൂപ മുതൽ മേലോട്ടാണ്. അപ്പം അതില് ഈ പറയുന്ന പോലെ നമുക്ക് ഹോസ്റ്റിംഗ് ചാർജോ അങ്ങനെയുള്ള വലിയ എമൗണ്ടുകളൊന്നും ഇല്ല. അത് ചാമ്പ്യൻസ് ലീഗ് ആയതുകൊണ്ട് അൽ നാസറിന് വന്നേ പറ്റൂ. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നുണ്ടെന്ന് ഇപ്പൊ പറയുന്നു. അപ്പൊ എന്നാൽ പോലും അവിടെ ഒരു 3,500 രൂപ ടിക്കറ്റ്, അപ്പൊ അത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെയും നമ്മളും കൂടുതലും എന്താ പറയാ, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അന്നന്ന് ജോലിക്ക് പോയി അന്നന്ന് വരുമാനം കണ്ടെത്തി വീട് നോക്കിക്കൊണ്ടിരിക്കുന്ന പല ആളുകളും അവർ ഈ 50 ലക്ഷം രൂപ എന്നൊക്കെ വെറുതെ അവരുടെ അടുത്ത് പറയല്ലേ ഇങ്ങനെ. പിന്നെ ഈ പറഞ്ഞ 5,000 രൂപ എന്നുള്ളത് ഒരു
നോർമൽ ടിക്കറ്റ് ചാർജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പുറത്തൊക്കെയുള്ള ഇപ്പൊ ലീഗുകളുടെ ഒക്കെ ടിക്കറ്റ് ചാർജുകളും കാര്യങ്ങളൊക്കെ നോക്കി നമുക്കറിയാം. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു എമൗണ്ട് കൊടുത്തൊരു ടിക്കറ്റ് എടുത്തുള്ള ശീലമുള്ള ആളുകളല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ 5000 രൂപ ഒരു ടിക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയും സംഭവമൊക്കെ വരും. പക്ഷെ അതൊരു വലിയ ചാർജ് അല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഈ ന്യൂസുകൾ ഇത് ആരാണ് പടച്ചു വിടുന്നതെന്ന് അറിയില്ല. ഇതുവരെ ടിക്കറ്റിന്റെ ചാർജ് എന്താണെന്ന് വന്നിട്ടില്ല. ഒഫീഷ്യലായിട്ട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഇതുവരെ അങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്, 50 ലക്ഷം 1 കോടി എന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ എന്ത് കാര്യമുള്ളതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ വിമർശകർ അവര് വീണ്ടും ഇറങ്ങിയിരിക്കുന്ന ഒരു പരിപാടിയാണിത്, അവരുടെ ഒരു ക്യാമ്പയിനിങ് ആണിത്. നമുക്കറിയാം മെസ്സി വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് ഏതെല്ലാം രീതിയിലാണ് ഇവര് പടച്ചു വിട്ടത്. ഇപ്പൊ അവരാരെയും കാണുന്നില്ല. മെസ്സി വരും ഉറപ്പായപ്പോഴത്തേക്ക് കാണുന്നില്ല. അവർ പറഞ്ഞ അവരുടെ നിലപാടുകൾ വരെ വെള്ളത്തിൽ വരച്ച വര പോലെ മഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ അവരെയൊന്നും ഇപ്പൊ കാണുന്നില്ല. അവർ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ടിക്കറ്റ് ചാർജിന്റെ പേരും പറഞ്ഞ് ഒരു ഫേക്ക് ന്യൂസുമായിട്ട് അവർ ഇറങ്ങിയിരിക്കുകയാണ്. വെറുതെ അതിലൊന്നും വിശ്വസിക്കാതിരിക്കുക, തലയിടാതിരിക്കുക. പിന്നെ പറയാനാണെങ്കിൽ പലരും ഇവിടെ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെസ്സിയും അർജന്റീനയും വരുന്നതുകൊണ്ട് എന്താ ഗുണം എന്നൊക്കെ വരെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നിലവാരമുള്ള സ്റ്റേഡിയങ്ങൾ ഇല്ല എന്നുള്ള തിരിച്ചറിവൊക്കെ ഇതിലൂടെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ കോഴിക്കോട് പുതിയ ഇന്റർനാഷണൽ ഫെസിലിറ്റിയിലുള്ള ഒരു സ്റ്റേഡിയം പണിയാൻ തന്നെ ഇവിടെ തീരുമാനമായിരിക്കുന്നു. അതേപോലെ എന്താ പറയാ, കൊച്ചി സ്റ്റേഡിയം നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണുന്ന സമയത്ത് തന്നെ നമുക്കറിയാം സ്റ്റേഡിയത്തിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അർജന്റീന വരുന്നതോടുകൂടി അതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ ആരംഭിക്കുന്നു. ഏകദേശം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ സിഇഒ പറഞ്ഞത് 70 കോടി എന്തോ മുടക്കിയിട്ട് അവർ സ്റ്റേഡിയത്തിനെ മോടി പിടിപ്പിക്കുന്നു എന്ന് വരെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഭയങ്കര ഗുണമുള്ള കാര്യങ്ങളാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ കളി നടക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഭയങ്കര ബലക്ഷയം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. വലിയൊരു ദുരന്തം ഉണ്ടാകുമോ എന്ന് വരെ നമ്മൾ ഭയന്ന സമയങ്ങളുണ്ട്. ഇപ്പോഴും നമ്മൾ ഭയക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പരിധി വരെ ഒരു അറുതി ഉണ്ടാകും എന്ന് ഞാൻ ഇതിലൂടെ വിശ്വസിക്കുന്നു. കാരണം 70 കോടി മുടക്കി നമ്മൾ അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ വൃത്തിയായിട്ട് എന്തൊക്കെയോ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പൊ ഇതൊക്കെ ഒരു ഗുണമാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഫേക്ക് ന്യൂസുകളിൽ വിശ്വസിക്കാതിരിക്കുക. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ടിക്കറ്റ് ചാർജും കാര്യങ്ങളായിരിക്കും ഇവിടെ വരിക എന്നുള്ളതിൽ നമുക്ക് വിശ്വസിക്കാം. അത് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ വെറുതെ കുറെ വലിയ ആളുകൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ അർജന്റീന വരുന്നതും മെസ്സി വരുന്നതും. കാരണം നമ്മൾ ആഘോഷിക്കുന്ന നമ്മളുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഒരു ആരാധനാ പാത്രം എത്തുമ്പോൾ നമുക്കെല്ലാം കാണാനുള്ള അവസരം ഉണ്ടാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ടിക്കറ്റ് ചാർജിലൊക്കെ അതേപോലെ ഒരു സംഗതി എന്തായാലും വരും എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഫേക്ക് ന്യൂസുകളിൽ വിശ്വസിക്കാതിരിക്കുക. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. താങ്ക് യു.